ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്നത്തെ ഈ ക്ലാസ്സിലെ സബ്ജക്റ്റ് ബയോളജിയാണ്. ടോപ്പിക്ക് ഹൃദയമാണ്. ഹൃദയത്തെ സംബന്ധിച്ച് PSC ചോദിക്കാവുന്ന 37 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ളത്. ഇനി വരുന്ന PSC എക്സാംസിൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാവരും ഇതെല്ലാം നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ, സിരകൾ, വെയിൻ. ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ, ധമനികൾ, ആർട്ടറി. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ഒന്നുകൂടെ പറയാം. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ, സിരകൾ. ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ, ധമനികൾ. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകൾ, ലോമികകൾ അല്ലെങ്കിൽ കാപ്പിലറീസ്. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകൾ, ലോമികകൾ. ലോമികകൾ കണ്ടുപിടിച്ചത് മാർസെല്ലോ മാൽപിഗിനി. നാഡീമിടിപ്പ് അറിയാനായി തൊട്ടുനോക്കുന്ന രക്തക്കുഴൽ, ധമനി. ഹൃദയമിടിപ്പ് മൂലം ധമനികളിൽ ഉണ്ടാകുന്ന സ്പന്ദനം, പൾസ് അല്ലെങ്കിൽ നാഡീസ്പന്ദനം അല്ലെങ്കിൽ നാഡീമിടിപ്പ്. മനുഷ്യഭ്രൂണം എത്ര ദിവസം പ്രായമാകുമ്പോഴാണ് ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നത്? 22 ദിവസം. ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകൾ, ഊർധ്വമഹാസിര, അധോമഹാസിര. അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ, പോർട്ടൽ സിരകൾ. രക്തക്കുഴലുകളിൽ നിന്നും രക്തം തിരികെ ഹൃദയ അറകളിലേക്ക് പ്രവേശിക്കാതെ ഇരിക്കാൻ സഹായിക്കുന്ന വാൽവുകൾ, അർദ്ധചന്ദ്രകാര വാൽവുകൾ അല്ലെങ്കിൽ സെമി ലൂണർ വാൽവ്. ഹൃദയത്തിൻ്റെ ഇടതും വലതും ഭാഗങ്ങളെ വേർതിരിക്കുകയും രക്തം ശരിയായ രീതിയിൽ ഒഴുക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഭിത്തി, സെപ്റ്റം. ഇടതും വലതും ഏട്രിയങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന ടിഷ്യൂ ഭിത്തി, ഇന്റർ ഏട്രിയൽ സെപ്റ്റം അഥവാ ഏട്രിയൽ സെപ്റ്റം. ഇടതും വലതും വെൻട്രിക്കിളുകളെ തമ്മിൽ വേർതിരിക്കുന്ന ടിഷ്യൂ ഭിത്തി, ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം അഥവാ വെൻട്രിക്കുലർ സെപ്റ്റം. ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് SA നോഡ്. ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് SA നോഡ്. ഇത് ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഹൃദയത്തിൻ്റെ താഴത്തെ അറകളായ വെൻട്രിക്കിളുകളിൽ പരസ്പരം വേർതിരിക്കപ്പെടുന്ന ഭിത്തിക്കുള്ളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം ഹൃദയപേശി തന്തുക്കൾ, പർക്കിഞ്ചി തന്തുക്കൾ. ജോഹനാസ് ഇവാഞ്ചലിസ്റ്റ് പാർക്കിഞ്ചിയാണ് ഇവയെ ആദ്യമായി കണ്ടെത്തിയത്. ഹൃദയമിടിപ്പ് ഏറ്റവും കുറഞ്ഞ സസ്തനം, നീലത്തിമിംഗലം. ഏറ്റവും വലിപ്പം കൂടിയ ഹൃദയമുള്ള ജീവി, നീലത്തിമിംഗലം. ഏറ്റവും വലിപ്പം കൂടിയ ഹൃദയമുള്ള ജീവി, നീലത്തിമിംഗലം. ഹൃദയത്തിന് 4 അറകളുള്ള ഒരേ ഒരു ഉരകം, മുതല. ഹൃദയത്തിന് 4 അറകൾ ഉള്ള ഒരേ ഒരു ഉരകം, മുതല.
ഈ ബോക്സിലുള്ളത് നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ജീവികളും ഹൃദയ അറകളുടെ എണ്ണവും PSC മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. മത്സ്യത്തിന് 2 ഹൃദയ അറകളാണ് ഉള്ളത്. ഉഭയജീവികൾക്ക് 3 ഹൃദയ അറകളാണ് ഉള്ളത്. ഉരഗങ്ങൾക്ക് 3 ഹൃദയ അറകളാണ് ഉള്ളത്. പക്ഷികൾക്ക് 4 ഹൃദയ അറകളുണ്ട്. സസ്തനികൾക്ക് 4 ഹൃദയ അറകളുണ്ട്. പാറ്റയ്ക്ക് 13 ഹൃദയ അറകളുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ജീവികളും ഹൃദയ അറകളുടെ എണ്ണം: മത്സ്യം 2, ഉഭയജീവികൾ 3, ഉരഗങ്ങൾ 3, പക്ഷികൾ 4, സസ്തനികൾ 4, പാറ്റ 13. 5 ഹൃദയങ്ങൾ ഉള്ള ജീവി മണ്ണിര. 5 ഹൃദയങ്ങൾ ഉള്ള ജീവി മണ്ണിര. ആദ്യത്തെ കൃത്രിമ ഹൃദയമാണ് ജാർവിക് 7. ആദ്യത്തെ കൃത്രിമ ഹൃദയമാണ് ജാർവിക് 7. ജാർവിക് 7 എന്നത് 1980കളിൽ ഡോക്ടർ റോബർട്ട് ജാർവിക്കിൻ്റെയും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെയും നേതൃത്വത്തിൽ യുഡാഹ് സർവകലാശാലയിൽ വികസിപ്പിച്ചെടുത്ത ന്യൂമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ഒരു ടോട്ടൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട് ആണ്. 1982 ഡിസംബർ 2 ആദ്യമായി ഈ ഹൃദയം 61 വയസ്സുള്ള ഡോക്ടർ ബാർണി ക്ലാർക്ക് എന്ന വിരമിച്ച ദന്തവൈദ്യനിൽ സ്ഥാപിച്ചത്. 1991 ജാർവിക് 7 കാർഡിയോ വെസ്റ്റ് ടോട്ടൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട് എന്ന് പുനർനാമകരണം ചെയ്തു. ലോകത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ്, സൗത്ത് ആഫ്രിക്ക. 1967 ഡിസംബർ 3 ഈ ശസ്ത്രക്രിയ നടത്തിയത്. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ്. ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡിൻ്റെ ആത്മകഥകൾ: വൺ ലൈഫ് ആൻഡ് ദ സെക്കൻഡ് ലൈഫ്. ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡിൻ്റെ ആത്മകഥകളാണ് വൺ ലൈഫ് ആൻഡ് ദ സെക്കൻഡ് ലൈഫ്. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ P. വേണുഗോപാൽ, ന്യൂഡൽഹിയിൽ 1994 ഓഗസ്റ്റ് 3. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ P. വേണുഗോപാൽ. ദേശീയ ഹൃദയമാറ്റ ദിനമായി ആചരിക്കുന്നത് ആഗസ്റ്റ് 3. ദേശീയ ഹൃദയമാറ്റ ദിനമായി ആചരിക്കുന്നത് ആഗസ്റ്റ് 3. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എറണാകുളം, 2003 മെയ് 13. കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. ഓക്കെ, ഒരേ രോഗിയിൽ തന്നെ ഹൃദയവും ശ്വാസകോശവും ഒരുമിച്ച് മാറ്റിവെച്ച ശസ്ത്രക്രിയ നടത്തിയത് ബ്രൂസ്റ്റിസ് 1981 മാർച്ച് 9. കൃത്രിമ ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ടെഫ്ലോൺ. കൃത്രിമ ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ടെഫലോൺ. ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഹൃദയം സ്വീകരിച്ച വ്യക്തി ലൂയിസ് വാഷ്കാൻസ്. ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഹൃദയം സ്വീകരിച്ച വ്യക്തി ലൂയിസ് വാഷ്കാൻസ്. പുതുതായി സ്വീകരിച്ച ഒരു അവയവത്തെ നമ്മുടെ ശരീരം തിരസ്കരിക്കുന്നത് തടയുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധം സൈക്ലോസ്പോറിൻ. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം മെഡുല ഒബ്ലങ്കേറ്റ. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം മെഡുല ഒബ്ലങ്കേറ്റ. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ECG ഏത് അവയവത്തിൻ്റെ പ്രവർത്തനം പരിശോധിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഹൃദയം.
ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ECG ഏത് അവയവത്തിൻ്റെ പ്രവർത്തനം പരിശോധിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഹൃദയം. ECG കണ്ടുപിടിച്ചത് വില്യം ഏന്തോവൻ. ECG കണ്ടുപിടിച്ചത് വില്യം ഏന്തോവൻ. ഹൃദയമിടിപ്പ് പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം സ്റ്റെതസ്കോപ്പ്. ഹൃദയമിടിപ്പ് പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക്ക്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക്ക്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പിഗ്മോമാനോമീറ്റർ. സ്പിഗ്മോമാനോമീറ്റർ കണ്ടുപിടിച്ചത് കാൾ റിട്ടർ. സ്പിഗ്മോമാനോമീറ്റർ കണ്ടുപിടിച്ചത് കാൾ റിട്ടർ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്